Hello guys, welcome to my YouTube channel. So this video is my room cleaning. കുറേ ദിവസമായി വിചാരിക്കുന്നു എൻ്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം അത്രയ്ക്ക് മെസ്സായി കിടക്കാട്ടോ എൻ്റെ റൂം. അപ്പോൾ ഇനി സ്കൂളൊക്കെ തുറക്കണം. അപ്പോൾ എന്തായാലും റൂം ക്ലീനിങ് ചെയ്യണം. കാരണം ഈ സ്കൂൾ തുറന്നാൽ അധികം സമയമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇത് ഞാൻ ചെയ്ത ടൈം ടേബിളാണ്. ഇതിൻ്റെ ലോങ് വീഡിയോ എൻ്റെ ചാനലുണ്ട്, കാണാത്തവർ പോയി കാണാം. കുറച്ച് ദിവസം ഇത് സ്റ്റിക്ക് ചെയ്തിട്ടില്ല, സ്റ്റിക്ക് ചെയ്യണം. അപ്പം നേരെ നമ്മൾ ക്ലീനിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ എൻ്റെ ഡെസ്കിൻ്റെ സൈഡിൽ വാളിൽ ഓൾറെഡി ടൈം ടേബിൾ ഉണ്ട്. അത് ഒഴിവാക്കിയിട്ട് നമ്മൾ നേരത്തെ ടൈം ടേബിൾ സ്റ്റിക്ക് ചെയ്യാനായിട്ട് പ്ലാൻ. ഈ ഒരു ടൈം ടേബിൾ ഞാൻ കുറേ മുമ്പ് ഉണ്ടാക്കി വെച്ച ടൈം ടേബിൾ ആട്ടോ. സമയത്ത് വേറെ യൂസ് ചെയ്തിട്ടില്ല. ഇത് വേറെ കുറച്ച് എന്താ പറയുക എത്തനിക്കായിട്ടുള്ള ടൈം ടേബിളായിരുന്നു, പക്ഷേ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ടൈം ടേബിൾ സ്റ്റിക്ക് ചെയ്യുന്നത്, ഇപ്പോഴത്തേക്കും സ്റ്റിക്ക് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ഞാൻ കുറച്ച് ബാക്ക് ടു സ്കൂൾ സാധനങ്ങൾക്ക് മേടിച്ചു. അപ്പോൾ അതിൻ്റെ ഓരോന്നിട്ട് കാണിച്ചു തരുന്നത് പൗച്ച്, പിന്നെ ഈ ഒരു ടയർ ലൈക്ക് എന്തൊരു ക്യൂട്ട് ടയറിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ അപ്പോൾ എനിക്ക് ഭയങ്കര ലൈക്ക് എന്താ പറയുക, അതിൻ്റെ പേജസൊക്കെ അധികം ഡിസൈനിലായിരുന്നു കേട്ടോ. പിന്നെ പൗച്ച് കാര്യങ്ങൾ, പിന്നെ നോട്ട് ബുക്സ് അത്ര തന്നെ നമ്മൾ മേടിച്ചു. പിന്നെ പെൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അപ്പം നമുക്ക് വേറെ നമ്മളെ ഡെസ്കിൻ്റെ സൈഡിലായിട്ട് വേറെ ഡെസ്ക് എടുത്ത് ബെഡ് ഡെസ്ക് ഇടാൻ കേട്ടോ ഞാൻ പറയലേ. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഇത് ട്രെൻഡിൽ കളിച്ചത്, ബെഡ് ഡെസ്ക് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഈ ഡെസ്കും ടേബിൾ ഓർഗനൈസേഴ്സ് വെക്കുന്നുണ്ടായിരുന്നു ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നത്. എല്ലാം നമുക്ക് തുടച്ച് ക്ലീനാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലീനിലോട്ട് കിടക്കാം. ഓർഗനൈസ് സൈഡിലോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഓർഗനൈസ്, അതിലെൻ്റെ കളഞ്ഞു പോയതും പോവാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ക്ലീൻ ചെയ്യാം. അങ്ങനെ ഞാൻ ഈ ഒരു ഓർഗനൈസർ ക്ലീൻ ചെയ്തു. വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടത് ക്ലീൻ ചെയ്തപ്പോൾ. ഇങ്ങനെ എൻ്റെ ഓർഗനൈസർ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ചെറിയ ഡെസ്ക് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഡെസ്ക് ക്ലീൻ ചെയ്തപ്പോഴാണ് എൻ്റെ കളഞ്ഞു പോയത് ഐറ്റംസ് കിട്ടിയിട്ട് വരുന്നത്. കാരണം ഈ ഡെസ്ക് നമ്മൾ തിരിഞ്ഞു നോക്കില്ല, ആകെ സാധനം വെക്കാനും വലിച്ചു വരടാനും മാത്രമേ വെക്കലുള്ളൂ. പിന്നെ ഈ ഡെസ്കിൻ്റെ ഡിസൈൻ നോക്കേണ്ട, അത് ബെൻറ്റിൻ്റെ ഒരു ഇതാണ് കേട്ടോ. സംഭവം കുറേ ആധുനിക കാലത്തുള്ള ഡെസ്ക്കാണ് കേട്ടോ. ഞാൻ ഈ നൊളയിച്ച് കൈയും കാലും പിടിച്ച് പാപ്പാടിയും വേണ്ടി കൈയും കാലും പിടിച്ച് മേടിച്ചൊരു ഡെസ്ക്കായിരുന്നു. ബട്ട് അതേപ്പോൾ എന്തെങ്കിലും ബുക്കൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ബാക്കി ക്ലീൻ ചെയ്യാം. ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്നത് എൻ്റെ മെയിൻ ഡെസ്ക്കാണ്, എൻ്റെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഡെസ്ക്കാണ്. ഇപ്പം ഞാൻ കാണിച്ചില്ലേ ഈ ഡയറിയിൽ ജേണലിൽ ഒരു ദിവസം അതേമാതിരി ക്ലീൻ ചെയ്തതിന് ശേഷം എനിക്ക് വല്ലാണ്ടൊരാഗ്രഹം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ജേണൽ ചെയ്യാം. അങ്ങനെ ചെയ്തൊരു ജേണലാട്ടോ. ബാക്കി ക്ലീനിലോട്ട് കിടക്കാം. പിന്നെ എൻ്റെ മെയിൻ ഡെസ്ക് മേത്ത ഓർഗനൈസേഴ്സിൻ്റെ ഉള്ളിലത്തെ കളേഴ്സ് പെൻസിലൊക്കെ പുറത്തൊക്കെ വെച്ചിട്ട് അതൊന്ന് തുടച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഈ മെയിൻ ഡെസ്കുമത്തെ ഓർഗനൈസേഴ്സൊക്കെ തുടച്ചതിന് ശേഷം അതിനുള്ളൊക്കെ തന്നെ പെന്നും പെൻസിലൊക്കെ കറക്റ്റായി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ ഒരു ഡെസ്കും കൂടെ ഒന്ന് തുടക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈറ്റ് ഓർഗനൈസർ വേറെ ഒരു ചെറിയ ഡെസ്കും കൂടെ തുടക്കാനുണ്ട്. അപ്പോൾ തുടച്ച് മുട്ടി ക്ലീനിങ് കഴിയും കേട്ടോ. പിന്നെ ഞാൻ ഈ വൈറ്റ് ഓർഗനൈസർ ആട്ടോ തുടക്കുന്നത്. ഈ വൈറ്റ് ഓർഗനൈസർ അത്യാവശ്യം ക്ലീൻ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നല്ല അമർത്തി ക്ലീൻ ചെയ്ത് സംഭവം എന്താ വെച്ചാൽ ഇതിലുള്ള അത്യാവശ്യം കളർ പിടിച്ച് ഈ A4 ഷീറ്റിന് കളറൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ നിന്ന് വന്നെന്ന് ആലോചിക്കുന്നു. നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അല്ല ബാക്കിയുള്ളതൊക്കെ ക്ലീൻ ഇനി ബെഡ് ആര് ക്ലീൻ ആക്കും. അതിൻ്റെ ബെഡിലാണ്ട് ഒരു പകുതി സാധനങ്ങൾ ഇട്ടിട്ടായിരുന്നു. അപ്പം നമുക്കിനി ബെഡിൽ പകുതി വൈറ്റ് ഓർഗനൈസറിൻ്റെ സാധനങ്ങളായിരുന്നു. അപ്പം നമുക്കതൊക്കെ വൈറ്റ് ഓർഗനൈസറിലൊക്കെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. ഈ ഒരു വൈറ്റ് ഓർഗനൈസർ ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് വല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് ഫീൽ ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ ചെറിയ ഡെസ്ക് ക്ലീൻ ചെയ്യാം.
അങ്ങനെ ഈ ഒരു മെയിൻ ഡെസ്കും അതുപോലെ തന്നെ ആ സൈഡ് ഡെസ്കിൻ്റെ സൈഡിൽ കാണുന്ന മെയിൻ ഓർഗനൈസർ നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ ചെറിയ ഡെസ്ക് ക്ലീൻ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ ഓർഗനൈസ് ചെയ്യാണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഓർഗനൈസ് ചെയ്യാം. അതിലെൻ്റെ ഫുൾ ടെക്സ്റ്റ് ബുക്ക് കാര്യമായിട്ട് വെക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യത്തെ ടൈം ടേബിൾ ഒഴിവാക്കിയ സ്ഥാനത്ത് നമ്മുടെ പുതിയ ടൈം ടേബിൾ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ബെഡ് കുറച്ചും കൂടെ ക്ലീൻ ചെയ്യേണ്ട, അപ്പോൾ അത് നമുക്ക് ഒറ്റയടിക്കൊന്ന് ക്ലീൻ ചെയ്യാം. അങ്ങനെ ഗൈസ്, ഇതാണ് ഫൈനൽ ലുക്ക്. എന്താ പറയുക, ടൈം എടുത്ത് ചെയ്യുന്നതൊന്നും പറയാൻ വാക്കുകളിലൊന്നും വേണ്ട, പറയട്ടെ. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയുക, റൂമിൽ എനിക്ക് എണീറ്റ് പോരാൻ പോകത്തില്ലായിരുന്നു. ഇത് ക്ലീൻ ആയി കണ്ടപ്പോൾ എന്താ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര ഇഷ്ടം. കാരണം ഇപ്പോഴത്തെ എൻ്റെ റൂം ഇത്രയും ക്ലീൻ ആയി കണ്ടിട്ടില്ലായിരുന്നോ. അപ്പോൾ നിങ്ങളും ക്ലീനൊക്കെ ചെയ്യാം. എന്തായാലും സ്കൂളൊക്കെ തുറക്കാൻ ടൈമൊന്നും ഇല്ല. അപ്പോൾ ക്ലീൻ ചെയ്ത് നോക്കും. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.